നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രക്തക്കുറവിനെ കുറിച്ചാണ്. രക്തക്കുറവ് ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രോഗത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് രക്തക്കുറവ് അനുഭവപ്പെടുക, അതുപോലെ ഇതിനെങ്ങനെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ രക്തക്കുറവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധാരണ നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് വന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ കൃത്യമായ ഔഷധങ്ങളും അതുപോലെ തന്നെ മെഡിസിൻസ് പോലെ തന്നെ നമ്മൾ ഫുഡുകളിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തി നമ്മളിത് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. ചില ആളുകളിലൊക്കെ അങ്ങനെ ഫുഡിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ അത് പഴയ രീതിയിലേക്കൊക്കെ വരികയും പിന്നെ അത് നോർമലായിട്ട് തന്നെ പോവുകയും ചെയ്യാറുണ്ട്. പക്ഷെ ചില ആൾക്കാരിൽ എന്തൊക്കെ ചേഞ്ചസ് ചെയ്താലും, മരുന്ന് കഴിച്ചാലും അതുപോലെ തന്നെ ഫുഡ് എടുത്താലും അതുപോലെ തന്നെ ഈവൻ ബ്ലഡ് വരെ കയറ്റിയാലും ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും ഇത് പഴയ പോലെ തന്നെ നമ്മുടെ HB ലോ ആയി പോകാനുള്ള സാധ്യത അതാണ് കൂടുതൽ ആളുകളിൽ കാണാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, ഇതെന്താണ് ഈ രക്തക്കുറവ് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം. നമുക്കറിയാം, നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരിക്കും. ഒരു വർക്കൊന്നും ചെയ്തില്ലെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അതായത് ഒരു കോൺസെൻട്രേഷൻ കുറവ്, അതുപോലെ ബ്രെയിൻ ഫോഗ് പോലെ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ആ രീതിയിലൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ കാണും. അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിൽ കാണുന്ന ഒരു ലക്ഷണമാണ് മുടി കൊഴിച്ചിൽ. അകാരണമായിട്ടുള്ള ഒരു മുടി കൊഴിച്ചിൽ ഉണ്ടാകും. പിന്നെ സ്കിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രൈ സ്കിൻ ആയിരിക്കും, പെയിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂടുതലായിരിക്കും. നെഞ്ചരിച്ചിൽ ഉണ്ടാകും. ഗ്യാസ് സംബന്ധമായിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ കാണിക്കും. നെഞ്ചരിച്ചില്, കുളിച്ചു തേട്ടല്, അതുപോലെ തന്നെ വയറ് ബ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുക, അത്തരത്തിലുള്ള. അതുപോലെ തന്നെ നമുക്ക് ചെവിയുടെ ഉള്ളിൽ ചെറുതായി സൗണ്ട് കേൾക്കുക, ടിനിറ്റസ് പോലെ ഇങ്ങനെ സൗണ്ട് കേൾക്കുക, തലകറക്കം അനുഭവപ്പെടാം. അതായത് ഒരു കാരണവും ഇല്ലാതെ ഇത്തരം അവസ്ഥകൾ. അതുപോലെ വെയിലത്ത് പോയി വന്നു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം. അതുപോലെ സന്ധികളിലൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടാം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഒരു ഹാർഡ് വർക്ക് ചെയ്യാതെ തന്നെ ശരീരം മൊത്തം ഒരു വേദന, ക്ഷീണം, ബെഡിൽ നിന്ന് എഴുന്നേക്കാനായിട്ട് തോന്നുന്നില്ല, ആ രീതിയിലേക്കൊക്കെയാണ് ഇത്തരം അനീമിക് ആയിട്ടുള്ള പേഷ്യൻസ് കാണാറുള്ളത്. ഇവര് സാധാരണ HB വല്ലാതെ കുറയുമ്പോൾ ഒരു രക്തം കയറ്റുക എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്കൊക്കെ പോകും. പക്ഷെ അതുകൊണ്ടൊരു പ്രത്യേക ഒരു ശമനം ഒന്നും ഉണ്ടാവില്ല. പിന്നീട് ഇത് വീണ്ടും തിരിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് വരാറുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും ഈ പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് ലോസിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൽ അനീമിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പീരീഡ്സ് സമയത്ത് പ്രത്യേകിച്ച് ഹെവി ബ്ലഡ് ഫ്ലോ ഒക്കെ, ഈ ആർത്തവ തകരാറുകളൊക്കെ ഉള്ള സ്ത്രീകളിൽ ഒരുപാട് ബ്ലീഡിങ് വന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് അനീമിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ഈ ബ്ലഡ് എന്ന് പറയുന്നത്, ബ്ലഡിൽ 3 തരത്തിലുള്ള സെല്ലുകളാണ് കാണുന്നത്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ RBC എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ക്യാരിയിങ് ആണ്. ഓക്സിജൻ എല്ലാ സെൽസിലേക്കും സപ്ലൈ ചെയ്യുന്നതാണ് RBCയുടെ ധർമ്മം എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് അറ്റാക്ക് ചെയ്യുന്നത് തടയുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുക. അതായത് നമുക്ക് ബ്ലീഡിങ് വന്നാലും അത്രയും ബ്ലഡ് ലോസ് വരാതിരിക്കാനായിട്ട്, പെട്ടെന്ന് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കാം. അപ്പോൾ ബ്ലഡിനെ ക്ലോട്ട് ആക്കുന്ന ഒരു ധർമ്മമാണ് പ്ലേറ്റ്ലെറ്റ്. ഇപ്പൊ ഞാൻ എല്ലാത്തിന്റെയും ചെറിയ ചെറിയ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഇതല്ലാതെ മറ്റ് ഇപ്പൊ RBCക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ RBCക്ക് നമ്മൾ കൃത്യമായിട്ട് ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടാതെ വരുന്ന സമയത്ത് ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, അനീമിക് ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രഗ്നന്റ് സമയത്തുള്ള ലേഡീസിന് അവര് അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട്, അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു അനീമിയ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. കാര്യം ആ സമയത്ത് കുഞ്ഞിനും അമ്മയ്ക്കും കൂടിയിട്ടുള്ള രീതിയിലുള്ള അയൺ ഡെഫിഷ്യൻസി വരാതിരിക്കാനാണ് ആ രീതിയിൽ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ പൈൽസ് സംബന്ധമായിട്ടുള്ള ഈ മൂലക്കുരു, അതുപോലെ തന്നെ ഫിസ്റ്റുല, നാനോ ഫിഷേഴ്സ് പോലത്തെ ഇഷ്യൂസുകളിൽ വരുമ്പോൾ മലത്തിലൂടെ ബ്ലഡ് ലോസ് വരാറുണ്ട്, അല്ലെ? ബ്ലഡ് പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടും നമുക്ക് എന്ത് സംഭവിക്കും? ശരീരം അനീമിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് അൾസർ ഫോർമേഷൻസ് ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് കുടലില് അതുപോലെ വയറിലൊക്കെ അൾസർ ഉണ്ടാവുമ്പോൾ അവിടെ പൊട്ടി അവിടെ നിന്ന് ബ്ലീഡിങ് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ആ ബ്ലീഡിങ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തിലെ ബ്ലഡ് ലോസ് കൃത്യമായിട്ട് ബ്ലീഡിങ് ആയിട്ട്
അത് അനീമിക് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്, രോഗസംബന്ധമായിട്ടുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ കൊളോൺ ക്യാൻസർ, അതായത് നമുക്ക് ഈ ഇൻഡസ്റ്റൈനിൽ വരുന്ന ക്യാൻസർ ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് പെട്ടെന്ന് നമ്മൾ പേഷ്യന്റിനെ നോക്കുകയാണെങ്കിൽ വളരെ അനീമിക് ആയിരിക്കും. അതുപോലെ തന്നെ മെലിഞ്ഞ ആൾക്കാരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് അവർക്ക് ഇത്തരം ബുദ്ധിമുട്ട് ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം അവർ അനീമിക് ആവും. പൊതുവെ അനീമിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൊളോൺ ക്യാൻസർ ഉള്ളവര്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫോ ഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് എന്ത് സംഭവിക്കും, ഈ തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം മനസ്സിലാക്കുക, കാരണത്തിനെയാണ് നമ്മൾ അവിടെ ചികിത്സിക്കേണ്ടത് എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിനേക്കാൾ ഇപ്പൊ വളരെ സർവ്വസാധാരണയായിട്ട് കാണുന്നത് നറീഷ്മെന്റ്, ശരീരത്തിൽ കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിക്കാത്തത് കൊണ്ടുള്ള അനീമിക് ആണ് കൂടുതലായിട്ടുള്ള ആളുകളിലും കാണുന്ന അനീമിയ എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്, ഫാറ്റ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് രീതിയിലേക്ക്, പാറ്റേണിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നമുക്ക് ഇറച്ചി കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, മീൻ കൂട്ടാം, മുട്ട, പാല്, തൈര്, പാലുൽപ്പന്നങ്ങൾ എല്ലാതും വളരെ നല്ലത് തന്നെയാണ്. പഴങ്ങള്, പച്ചക്കറികള്, ഇലക്കറികള്, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, നട്ട്സ് ആഡ് ചെയ്യാം. ഈ രീതിയിലൊക്കെ നമ്മൾ ഡയറ്റ് നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ശരീരത്തിൽ ഈ അനീമിയ എന്ന് പറയുന്ന പ്രശ്നത്തിനെ പ്രതിരോധിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു അനീമിക് ആയിട്ടുള്ള പേഷ്യന്റ് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ബുദ്ധിമുട്ടിന് എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് രീതി വരുന്നത്. അപ്പൊ ആയുർവേദത്തിലായാലും ഒരുപാട് മരുന്നുകൾ, ആയുർവേദ ഔഷധങ്ങളുണ്ട് ഈ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിനെ മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു HB കൂട്ടുക എന്നുള്ള ഔഷധങ്ങളുണ്ട്. അത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ നമുക്ക് ബ്ലഡിൽ HB കൂട്ടി അവരെ ആ ഒരു നോർമൽസിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ അത്തരം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയുർവേദ സഹായം അല്ലെങ്കിൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിനിക്ക് നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.